പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി മണ്ഡലം സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിൻ കൈരളി ന്യൂസിനൊപ്പം ചേരുന്നു. കാൽ നൂറ്റാണ്ട് പിന്നിട്ട ഇടുക്കി മണ്ഡലത്തിലെ നിയമസഭാ സാമാജികൻ എന്ന ദൗത്യം പിന്നിട്ടു. ഇപ്പോൾ 6ാം തവണയിലേക്ക് എത്തുകയാണ്. എന്തോരമുണ്ട് പ്രതീക്ഷകൾ? കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകൾ ഇടുക്കിയിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തിൻ്റെയാണ്, വലിയ നിർവൃതിയിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അല്ല മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ സംതൃപ്തിക്ക് ആവശ്യമില്ല. എന്നാൽ അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത്. മാത്രമല്ല, ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളൊന്നും ഒരു വിഭാഗത്തിന് വേണ്ടിയോ ഒരു മുന്നണിക്ക് വേണ്ടിയോ ചെയ്തതല്ല. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സർവ്വതലസ്പർശിയായ നേട്ടങ്ങളാണ് ഈ ഗവൺമെൻറ് കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ നേട്ടങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ തെല്ലും പിറകിലല്ലാതെ എന്ന് മാത്രമല്ല, വളരെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ജില്ലയാക്കി ഇടുക്കിയെ മാറ്റി. ഇടുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഭൂപ്രശ്നമാണ്. ആ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുടെയും കുഴപ്പമാണെന്ന് ഞാൻ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. ഏറെക്കാലമായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അടിസ്ഥാന വിഷയങ്ങളെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് ഇടുക്കിയെ നയിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ നമ്മൾ കൊണ്ടുവന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. ഒരു ഘട്ടത്തിൽ കോടതി ഈ പട്ടയങ്ങൾ പരിശോധിച്ചതിന് ശേഷം പട്ടയത്തിന് വ്യവസ്ഥ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തി. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും കോടതി പോയിട്ടല്ല. എന്നാൽ പിന്നീടുണ്ടായ വിഷയങ്ങൾ പരിഗണിക്കുമ്പോഴും പരിശോധിക്കുമ്പോഴും കാണാൻ കഴിയുന്നത് ഇതിൻ്റെ പിന്നിൽ ആരാണുള്ളത്, എന്തിനാണ് ഈ പ്രേരണ. ഒരു പട്ടയ വിതരണം നടത്തിയാൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കുക, പിറ്റേ ദിവസം കോടതി പോവുക, ഇതൊന്നും ശരിയായ ഒരു നടപടിക്രമമല്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങൾ നല്ലവണ്ണം ബുദ്ധിമാന്മാരാണ്. അങ്ങനെ നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ കോടതിയുടെ ചെയ്തികളെ ജനങ്ങൾക്ക് സ്വീകാര്യതയുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന വിധത്തിൽ നിയമനിർമ്മാണം നടത്താൻ ഒരു ഗവൺമെൻറ്റിന് സാധിച്ചു. ആ നിയമനിർമ്മാണത്തിലൂടെ ഇടുക്കിയിൽ പണിത എല്ലാ കെട്ടിടങ്ങളും റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അവരവരുടേതാണെന്ന് ഉത്തമ ബോധ്യത്തോടെ വിശ്വസിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷം കേരളത്തിലുണ്ടാക്കി. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ഇന്നലെ ഈ ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഇത് ബോധ്യപ്പെടുത്തി ജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും 5000 സ്ക്വയർ ചതുരശ്ര അടി വരെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഒരു പൈസ മുടക്കേണ്ടതില്ല. 10,000 വരെ ഉണ്ടെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ 1%, 10,000 കൂടുതലാണെങ്കിൽ 2%. ആരാധനാലയങ്ങൾ, പള്ളികൾ, സ്കൂളുകൾ, പാർട്ടി ഓഫീസുകൾ, കൾച്ചറൽ സെൻ്ററുകൾ, കളിസ്ഥലങ്ങൾ, മാർക്കറ്റ്, അതിനൊന്നും ഒരു പൈസ അടയ്ക്കണ്ട. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വോട്ട് നേടിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ 6ാമത് നിയമസഭ. ഞാൻ ഇടുക്കിയിലെ പൊതുജനങ്ങളുടെ വോട്ടാണല്ലോ കാണുന്നത്. എനിക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വക്കി വെച്ചിട്ട് ആരോടെങ്കിലും കക്ഷിയോ രാഷ്ട്രീയമോ പറഞ്ഞ് ഒരു കാര്യത്തിന് വൈമുഖത ഞാൻ കാണിച്ചിട്ടില്ല. നന്ദിയുള്ളവരാണ് ഇടുക്കിയെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ 25 വർഷം കഴിഞ്ഞെങ്കിൽ എനിക്ക് ഇനി ആ ജനത്തെ തെറ്റിദ്ധരിക്കാൻ പറ്റുമോ? എനിക്കൊരിക്കലും ആശങ്കയുടെ പ്രശ്നമില്ല. സന്തോഷത്തോടെ തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണിത്. ജനങ്ങളുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിയുന്ന സംതൃപ്തിയാണ് എനിക്കുള്ളത്. അതെൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു നിമിഷമാണ്. ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ്. എനിക്കൊരു അഭിമാനമുണ്ട്. അത് ഇടുക്കിയിലെ ജനങ്ങളൊപ്പം ഉണ്ടാകും. അവരെന്നെ വിജയിപ്പിക്കും. അവരുടെ നെഞ്ചിലേറി ഞാൻ യാത്ര ചെയ്യും. അവരെന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയവികാരത്തെ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് നിർത്തും. ഇത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് റോഷി അഗസ്റ്റിൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം അഖിൽ TS, കൈരളി ന്യൂസ്.